നിയമം തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കാം വിജയിക്കുക? അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ചാനലിൻ്റെ പേരാണ് സംഖ്യകൾ സംസാരിക്കും. ഞാൻ സുനിൽ പാഠക്, ആസ്ട്രോളജർ ആൻഡ് ന്യൂമറോളജിസ്റ്റ്. നിയമം തിരഞ്ഞെടുപ്പിൽ ആരാകും വിജയി? നമുക്ക് നോക്കാം. 3 പേരുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ പേര് വി ശിവൻകുട്ടി, LDF. ഡേറ്റ് ഓഫ് ബർത്ത് 10/11/1954. D നമ്പർ 1, C നമ്പർ 4, കുവ നമ്പർ 1, മിസ്സിംഗ് നമ്പർ 2, 3, 6, 7, 8. D നമ്പർ 1, C നമ്പർ 4 തമ്മിലുള്ള സംയോജനം. സംഖ്യാശാസ്ത്രത്തിൽ 81 കോമ്പിനേഷൻ, 81 കോമ്പിനേഷനാണ് ഉള്ളത്. അതിൽ 1, 4 എന്ന സംയോജനം യാചകനിൽ നിന്നും രാജാവിലേക്ക് എന്ന ഒരു യോഗത്തെയാണ് പറയുന്നത്. ആയതിനാൽ 1ഉം 4ഉം തമ്മിലുള്ള സംയോജനം അനുകൂലമായ ഒരവസ്ഥയിലാണ് വി ശിവൻകുട്ടിക്കുള്ളത്. ഇനി ബർത്ത് ചാർട്ട് നോക്കാം. 9-5-1 എന്ന രാജയോഗവും 1 എന്ന സംഖ്യ 5 തവണ ഉള്ളതും അനുകൂലമായ ഒരവസ്ഥയിലാണ് വി ശിവൻകുട്ടിക്കുള്ളത്. ആയതിനാൽ ബർത്ത് ചാർട്ട് ശക്തവും പ്രബലവും അനുകൂലവുമാണ്. ഇനി പേഴ്സണൽ ഇയർ നോക്കാം. പേഴ്സണൽ ഇയർ 4 നടന്നുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ 4 ഒരു അനുകൂലമായ ഒരവസ്ഥയിലാണ് വി ശിവൻകുട്ടിക്കുള്ളത്. ഇനി രണ്ടാമത്തെ പേരാണ് KM ശബരിനാഥ്. ഡേറ്റ് ഓഫ് ബർത്ത് 5/9/1983. D നമ്പർ 5, C നമ്പർ 8, കുവ നമ്പർ 8, മിസ്സിംഗ് നമ്പർ 2, 4, 6, 7. D നമ്പർ 5, C നമ്പർ 8 തമ്മിലുള്ള സംയോജനം അനുകൂലമായ ഒരവസ്ഥയിലാണ് ശബരിനാഥിന് ഉള്ളത്. ഇനി നമുക്ക് ബർത്ത് ചാർട്ട് നോക്കാം. ബർത്ത് ചാർട്ടിൽ 9-5-1 എന്ന രാജയോഗം പൂർണ്ണമാണ്. ആയതിനാൽ ബർത്ത് ചാർട്ടും ശക്തവും പ്രബലവും അനുകൂലമാണ്. ഇനി നമുക്ക് പേഴ്സണൽ ഇയർ നോക്കാം. പേഴ്സണൽ ഇയർ 6 ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. D നമ്പർ 5-ൻ്റെയും C നമ്പർ 8-ൻ്റെയും മിത്ര നമ്പറായ 6 അനുകൂലമായ ഒരവസ്ഥയിലാണ് ശബരിനാഥിന് ഉള്ളത്. ഇനി മൂന്നാമത്തെയും അവസാനത്തെയും പേരായ രാജീവ് ചന്ദ്രശേഖരൻ BJP. ഡേറ്റ് ഓഫ് ബർത്ത് 31/5/1964. D നമ്പർ 4, C നമ്പർ 2, കുവ നമ്പർ 9, മിസ്സിംഗ് നമ്പർ 7, 8. D നമ്പർ 4ഉം C നമ്പർ 2ഉം തമ്മിലുള്ള സംയോജനം ഏറ്റവും അനുകൂലമല്ലാത്ത ഒരവസ്ഥയിലാണ് രാജീവ് ചന്ദ്രശേഖരന് ഉള്ളത്. ഇനി ബർത്ത് ചാർട്ട് നോക്കാം. ബർത്ത് ചാർട്ടിൽ 4-5-6 എന്ന ഒന്നാമത്തെ രാജയോഗവും 9-5-1 എന്ന രണ്ടാമത്തെ രാജയോഗവും പൂർണ്ണമായ ഒരവസ്ഥയിലാണ് ഉള്ളത്. ആയതിനാൽ ബർത്ത് ചാർട്ട് ശക്തവും പ്രബലവും അനുകൂലമായ ഒരവസ്ഥയിലാണ്. ഇനി നമുക്ക് പേഴ്സണൽ ഇയർ നോക്കാം. പേഴ്സണൽ ഇയർ 1 രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. 1 എന്ന് പറഞ്ഞാൽ സൂര്യൻ രാജാവ്. ആയതിനാൽ പേഴ്സണൽ ഇയർ അനുകൂലമായ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇതാണ് സംഖ്യാശാസ്ത്രത്തിൻ്റെ വിശകലന രീതി. ഇതിൽ 3 പേരുടെ ബർത്ത് ചാർട്ടിലും പേഴ്സണൽ ഇയറും വളരെ അനുകൂലമായ ഒരവസ്ഥയിലാണ് ഉള്ളത്. ആയതിനാൽ മത്സരം വളരെ കടുപ്പമേറിയതും ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ നമുക്ക് പറയാം. എന്നിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ രാജീവ് ചന്ദ്രശേഖരന് ഒരല്പം സാധ്യത കൂടുതൽ ഞാൻ കാണുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോയുമായി കാണാം.